السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدورة الثانية من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന്റെ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 2ാം സെമസ്റ്റർ പാഠങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. أين وقفنا؟ في أي صفحة؟ رقم 89 بعد المئة. تمارين صفحة رقم 89 بعد المئة. تمارين 28. 28 ما شاء الله. നമ്മൾ ഈ സെമസ്റ്ററിൽ കുറെ അധികം വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടക്കം മുതൽ റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞേ ആരൊക്കെ റിവൈസ് ചെയ്യാൻ തുടങ്ങി? റിവിഷൻ മുറാജ എന്ന് പറയും. മുറാജ ആര് മുറാജാത്ത് തുടങ്ങി? ആരെങ്കിലും തുടങ്ങിയോ? ഒരു ഭാഗത്തുനിന്ന് ആവർത്തനം നടക്കണം, മറുഭാഗത്തുനിന്ന് പഠനവും നടക്കണം. ഇപ്പം നമ്മൾ ആവർത്തനം എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവർത്തനം എന്ന് പറയുന്നത് പ്രീവിയസ് ലെസൺ ആവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും. ഇപ്പൊ പറയുന്ന ആവർത്തനം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആവർത്തനമാണ്. അത് 1ാമത്തെ പാഠം മുതൽ ആവർത്തിക്കാം. ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുക. അപ്പൊ ഗ്രൂപ്പിൽ ഇടുമ്പോഴത്തേക്ക് വേറെ സ്റ്റുഡൻറ്റിന് തന്നെ മറുപടി അറിയാം. നിങ്ങൾ മനസ്സിലാക്കിയതാണെങ്കിൽ എന്ത് ചെയ്യാം? മറുപടി അറിയാം. ചോദ്യം സ്പെസിഫിക് ആയിരിക്കണം. എന്ത്? എക്സസൈസ് നമ്പർ ഇത്ര നമ്പർ, എക്സസൈസ് ഇത്ര നമ്പർ, പേജ്, ഇന്ന വിഷയം, എനിക്ക് മനസ്സിലായില്ല. എക്സസൈസ് ഒന്നുകിൽ പാഠത്തിലാണെങ്കിൽ പേജ് നമ്പർ, അല്ലെങ്കിൽ എക്സസൈസ് ആണെങ്കിൽ എക്സസൈസ് നമ്പർ, പാഠത്തിന് നമ്പർ, എക്സസൈസ് നമ്പർ, അല്ലെങ്കിൽ സബ്ജക്റ്റ്, ഇന്ന വിഷയം എനിക്ക് മനസ്സിലായില്ല, അത് മനസ്സിലാക്കി തരുമോ എന്ന് ചോദിച്ചാൽ പഠിച്ച ഒരാൾക്ക് മറുപടിയും കൊടുക്കാം. അപ്പോൾ മറുപടി പറയാൻ നിങ്ങൾ പ്രാപ്തരായോ എന്ന് എനിക്കറിയാൻ പറ്റും. അപ്പൊ ഞാൻ പഠിപ്പിച്ചത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഒരാൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകും. ഇതാണ് നമ്മുടെ പോളിസി. ശരി, ഇപ്പൊ നമ്മൾ 27ാമത്തെ പാഠത്തിൽ ദുർബലാക്ഷരം എവിടെ ഉള്ളതാണ് പഠിച്ചത്? മധ്യത്തിലുള്ള. എന്താ പേര് അതിന്റെ? മധ്യത്തിൽ ദുർബലാക്ഷരമുള്ള ആളിന്റെ പേരെന്താ? അജ്വഫ്. ഓർമ്മിച്ചേക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ് അജ്വഫ്. കാരണം ജൗഫ് എന്ന് പറഞ്ഞാൽ വയറ് മനുഷ്യന്റെ മധ്യത്തെ ഉള്ളത്, അതാണ് അജ്വഫ്. മധ്യത്തെ അക്ഷരം ദുർബലാക്ഷരമാണ്. ഹർഫുൽ ഇല്ലത്ത് എന്ന് പറയും. അപ്പോ മധ്യത്തെ അക്ഷരത്തിന് എന്താ പേര് പറയുന്നത്? ടെക്നിക്കലി എന്ത് പേര് പറയും? ഗ്രമാറ്റിക്കലി എന്ത് പേര് പറയും മധ്യത്തെ അക്ഷരത്തിന്? അയിനുൽ ഫേല് ഇല്ലത്തിന്റെ ഹർഫാണെങ്കിൽ അതിന് അജ്വഫ് എന്ന് പേര് പറയും. അതില് നമ്മൾ ആദ്യം പഠിച്ചത് കാല യഖൂലു ആണ്.
കാല യഖൂലു. കാല യഖൂലുവിൽ എന്തൊക്കെയുണ്ട്? ഏതൊക്കെ ക്രിയ പഠിച്ചായിരുന്നു? قلت ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ കാല യഖൂലു പോലെ വേറെ ഏത് ക്രിയ പഠിച്ചു? കാല യഖൂലു പോലെ വേറെ ഏത് ക്രിയ പഠിച്ചു? كان يكون പഠിച്ചു. ആ കാത. കാന യഖൂൻ. പിന്നെ كاد يكاد കാത. കഥയക്കാത് കാല യഖൂലു പോലെയാണോ? അല്ല. ഓക്കെ. സാറ യസൂർ പഠിച്ചു. കാല യഖൂലു പോലെയാണ് സാറ യസൂർ. സാറ യസൂർ കാന യഖൂൻ. ഓക്കെ. പിന്നെ നമ്മൾ ദുർബലാക്ഷരമായ വേറൊരു ഇനത്തിലുള്ള ക്രിയ പഠിച്ചായിരുന്നു. അതേതാണ്? جاء يجيء പോലെ باع يبيع പോലെ പിന്നെ സാറ യസീറു. صار يسير عاش يعيش ഓക്കെ. ഇനി നമ്മൾ പഠിക്കാം. ഇപ്പോഴേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതുതരം ക്രിയയിലായിരുന്നു? മധ്യത്തിൽ ആ. നാമയനാം നാമേനാം വരുന്നു. അപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ച ആ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യണം? അവിടെ എല്ലാം നമ്മള് കാലയക്കൂനു കാനയക്കൂനു ഇതൊക്കെയാണ് പഠിച്ചത്. അവിടെ പോയിട്ട് ഇനം തിരിച്ച് എന്ത് ചെയ്യണം? ക്രിയകളെ പട്ടിക ഉണ്ടാക്കി എഴുതണം. നോട്ട്ബുക്കിലെ എന്ത് ചെയ്യണം? നമ്മള് ഹെഡിങ് കൊടുക്കണം. കാലയക്കൂലു കാനയക്കൂനു. അപ്പൊ കാലയക്കൂലു പോലുള്ള ക്രിയകളൊക്കെ ആ പേജിൽ എടുത്തെഴുതണം. അടുത്ത പേജില് എന്തായിരുന്നു? جاء يجيء ജി പോലെ, സാറ യസീർ പോലെ. മൂന്നാമത്തെ പേജില് നാമേനാമു പോലെ. നാമേനാമു പോലെ. ഇപ്പോഴും നമുക്ക് ഒരു ക്രിയ വന്നാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോ ഇഖ്റാമായല് അതിനുമ്പല്ലേ 27 അസ്നിദ ഖാഫ കാദ ഇലല്ലമാഇരി കമാഫി തംരീൻ സാബിഖ് കഴിഞ്ഞു. തംരീൻ സാമിൻ 20 ഇഖ്റാമായല്. ഒരാൾ വായിക്കും. نعم أخي في الساعة العاشرة وأنا نمت بعده بقليل. അപ്പൊ രണ്ട് ക്രിയകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് നാമ, ക്രിയയുടെ രണ്ട് രൂപം. ഒന്ന് നാമ, രണ്ടാമത് നിംതു. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? നാമ നാമു, നിംത നിംതും ഇങ്ങനെയാണ് വരിക. നിംതു നിംന, ഈ രണ്ട് ഘടനയും നമ്മൾ മനസ്സിലാക്കി. മറ്റേത് കാലു കുൽത്ത കുൽത്തും എന്നാണ് വന്നത്. നാമ വന്നപ്പോ നാമ നാമു, നിംത നിംതും. അപ്പൊ അതേപോലെ ആയിരുന്നു നേരത്തെ നമ്മൾ പഠിച്ചല്ലോ ഒരെണ്ണം. അതേപോലെ അപ്പൊ അതേപോലെ തന്നെയാണ് നാമനാമു നിംത നിംതും. എന്തായിരുന്നു അതിന്റെ അർത്ഥം? സയ്യിദ് സാഹിബല്ലേ വായിച്ചത്? അതെ. എന്തായിരുന്നു അതിന്റെ അർത്ഥം? അതിന്റെ സഹോദരൻ 10 മണിക്ക് ഉറങ്ങി. ഞാൻ അതിന്റെ കുറച്ച് കഴിഞ്ഞ ശേഷം ഉറങ്ങി. അതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉറങ്ങി. അസാനി രണ്ടാമത്തെ വേറൊരാൾ വായിക്കും. متى نمتن البارحة يا أخواتي؟ نمنا بعد منتصف الليل.
അപ്പോ ഹാദൈനുൽ ഫിഅലൈനി നിംതുന്ന വനിന്ന ഹിയ മാദിയത്താനി അം മുളാരിയത്താനി? നാമ യനാമ. അല്ല, നാമ മാദിയാണോ മുളാരിയാണോ എന്നാണ് ചോദിച്ചത്. നിംതുന്നയും നിന്നയും ഉണ്ട് അതില്. മാലി. ഒന്ന് മുതാരി. മാദിയാണ്. നിംതുന്ന മുളാരിയല്ല, മുളാരിയല്ല. നാമനാമു. നാമനാമു എന്നിട്ട് എന്തായി? ഹോം നിംതനിംതും നാമു. അൻതും നിംതും അൻതുന്ന നിംതുന്ന. നിംതുൻ. അൻതുന്ന യാ അയ്യുഹൽ അഖവാത്ത്. അൻതുന്ന നിംതുന്ന. അതാണ് മത്ത നിംതുന്നൽ ബാരിഹത യാ അഖവാത്തി. അപ്പൊ നമുക്ക് മനസ്സിലായി അഖവാത്തി എന്ന് പറയുമ്പോൾ മുന്നിലുള്ള സ്ത്രീകളോടാണ് പറയുന്നത്. ഇല്ല, യാ അഖവാത്തി, സഹോദരിമാരെ എന്ന് അഡ്രസ് ചെയ്യുമ്പോൾ മനസ്സിലായി മുന്നിലുള്ള സ്ത്രീകളോടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നിംതുന്ന എന്ന സംഭവം മനസ്സിലായി. നിംതുന്ന എന്ന വാക്ക് ആരോടാണ് പറയുന്നത്? മുന്നിലുള്ള സഹോദരിമാരോട് പറയുമ്പോൾ നിംതുന്ന, അൻതുന്ന നിംതുന്ന. متى نمتن البارحة يا أخواتي؟ من الذي قرأت؟ من التي قرأت؟ قول المعنى. അർത്ഥം പറയും. ലാസ്റ്റ് നൈറ്റ് സഹോദരിമാര് എത്ര മണിക്കാണ് ലാസ്റ്റ് നൈറ്റില് ഉറങ്ങിയത്? നിങ്ങൾ ഉറങ്ങിയത് എത്ര മണിക്കാണ് സഹോദരിമാരെ? എപ്പോൾ നിങ്ങൾ ഉറങ്ങി? മണി ചോദിച്ചില്ല. എപ്പോൾ നിങ്ങൾ ഉറങ്ങി സഹോദരിമാരെ? നിമ്ന ബഅദ മുൻതസഫി ലൈലി, മിഡ് നൈറ്റിന് ശേഷം ഞങ്ങൾ. ഓക്കെ. അപ്പോ നിമ്ന എന്ന് പറഞ്ഞതില് നഹ്നു നിമ്ന മുദക്കർ ആയിരുന്നാലും മുഅന്നസ് ആയിരുന്നാലും വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു നിംതു നിമ്ന എന്നാണ് വരിക എന്ന് പറഞ്ഞു. ആ ഘടനയാണ് ഇവിടെ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ള നിംതുന്നയാണ്. അതിലും പ്രത്യേകിച്ച് എന്തില്ല, ഘടനാ വ്യത്യാസമില്ല. നാമനാമു നിംത നിംതും എന്ന് പറഞ്ഞതുപോലെയാണ് നിംതും അൻതും നിംതും അൻതുന്ന നിംതുന്ന. അപ്പൊ ഇവിടെ ഒരു സഹോദരൻ ഈ ലാസ്റ്റ് നൈറ്റ് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് കുറെ ഡീറ്റെയിൽസ് ഒക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ തിരുത്തി പറയണമെന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. ലാസ്റ്റ് നൈറ്റിന് പകരം യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയാം എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ പറയാം, വേണമെങ്കിൽ പറയാം. കാരണം നമ്മളൊക്കെ പറയാറുണ്ടല്ലോ യെസ്റ്റർഡേ നൈറ്റ് എന്ന്. പക്ഷെ ഞാനത് നമ്മുടെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു, എന്തായാലും പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്ബ്. ഇംഗ്ലീഷിലാണ് അത് പ്രഭാഷണം നടത്തുന്നത്. ആ ക്ലബിൽ വെച്ചാണ് ഞാനിത് നോട്ടീസ് ചെയ്തത്. അപ്പോ നമ്മൾ ഇംഗ്ലീഷുകാരോട് സംസാരിക്കുമ്പോൾ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാറുണ്ട് അവർ. യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞത് ഞാൻ ഇതുവരെ കേട്ടില്ല. പക്ഷെ നമ്മൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ യെസ്റ്റർഡേ നൈറ്റ് എന്നത് എന്തല്ല തെറ്റായിട്ട് അവർ പറയുന്നില്ല, പക്ഷെ അത് പ്രോപ്പർ യൂസേജ് അല്ല എന്ന് പറയുന്നുണ്ട്. ഇത് എന്തായിരുന്നാലും ഞാൻ അതിനകത്ത് ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ സംവാദത്തിനോ തയ്യാറല്ല. ഞാൻ പഠിച്ചത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു കൗതുകമുള്ള വിഷയം കൂടി ആയതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ ശ്രദ്ധയപ്പെട്ടത്. അല്ലാതെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷിന്റെ ഓതന്റിസിറ്റി ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. കാരണം എന്താ പറഞ്ഞാൽ യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയുന്നതിൽ ഒരു എന്താണ് ഒരു പിന്നെ അപരിചിതത്വമുണ്ട്, അല്ലെ ഒരു ചേരായ്മയുണ്ട്. യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡേയും നൈറ്റും കൂടെ ഒരുമിച്ച് പറയാൻ പറ്റില്ല. ഇനി അത് ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചാലും നമ്മൾ മലയാളത്തിൽ എന്തുമാത്രം തെറ്റുപയോഗിക്കുന്നുണ്ട്. മലയാളത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ബോർഡുകളും ഗ്രമറ്റിക്കലാണ് അല്ലെങ്കിൽ അക്ഷരത്തിൽ കൃത്യമാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ്. എനിവേ, അതിലൊരു ചർച്ചയില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യെസ്റ്റർഡേ നൈറ്റ് എന്ന് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. അങ്ങനെ പറഞ്ഞാലും ശരിയാകുമായിരിക്കാം. പക്ഷെ ഞാൻ അതിനോട് യോജിക്കാൻ സന്നദ്ധമല്ല എന്ന കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നു. ഒന്നിൽ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയണം, അല്ലെങ്കിൽ യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയണം. ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൽ ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൽ ചർച്ച ചെയ്തതാണ്. അവിടെ ഒരുപാട് അഭ്യസ്തരായ ആൾക്കാരാണ് അതിൽ ക്ലബിൽ പങ്കെടുക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ചർച്ച വന്നതും അവിടെ വെച്ചാണ് ഞാനത് നോട്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അസാലിസ് മൂന്നാമത്തെ പേരാൾ വായിക്കും. ഈ മുൻതസഫ് മുൻതസഫ് എന്താണ്? നിസ്ഫിൽ നിന്നും വന്നതാണ്. നിസ്ഫ് മധ്യം, മുൻതസഫ് എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ്. മുൻതസഫ് എന്ന് പറഞ്ഞാൽ മധ്യഭാഗം. അതായത്
ലൈലി വന്നുകൊണ്ടാണ് മിഡ് നൈറ്റ് എന്ന് വന്നത്. മുൻതസഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമായിട്ട് തിരിച്ചതിന്റെ മധ്യഭാഗത്തിനാണ് മുൻതസഫ് എന്ന് പറയുന്നത്. ഒന്നിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് തിരിക്കും, രണ്ടാമത്തെ ഭാഗം തിരിച്ചതിന്റെ മധ്യഭാഗത്തിനാണ് മുൻതസഫ്. അപ്പോ ഇൻതസഫ എന്തായി? രണ്ടായിട്ട് ഭാഗിച്ചു. അപ്പൊ അതിന്റെ കർമ്മരൂപമാണ്, കർമ്മനാമമാണ് മുൻതസഫ്. പ്രാക്ടിക്കലി അതിന്റെ അർത്ഥം മധ്യഭാഗം. മൂന്ന് അടുത്തയാൾ വയ്ക്കും. കെ എന്താണ് മിണ്ടായിരിക്കുന്നത്? ഐമൻ, കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഫലം അഖ്റജ അല്ല അഖ്റുജ്. മിനൽ ബൈത്തിൽ യൗമ. ഇത് എന്തൊക്കെ ക്രിയയാണ്? നമ്മളെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ രൂപങ്ങളുണ്ട്? ഹിഫ്തു എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. ഹിഫ്തുവിന്റെ ഒന്നാമത്തെ രൂപം എന്താണ്? ഹാഫ. അപ്പൊ അത് നമുക്ക് മനസ്സിലായ ഹാഫ ഹാഫു, ഹിഫ്ത ഹിഫ്തും എന്നാണ് വരിക. അപ്പൊ അതിന്റെ ഘടനയെല്ലാം നേരത്തെ പറഞ്ഞ നിംതുന്ന പോലെയൊക്കെ തന്നെ ആയിരിക്കും ഇതിലും വരിക. അപ്പൊ അതിന്റെ അർത്ഥം പറയൂ കേക്കെ. ഹിഫ്തുവിന്റെ അർത്ഥം എന്താ? അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചായിരുന്നു, സർട്ടിഫിക്കറ്റ് തന്നായിരുന്നു. ഇപ്പൊ പറയാനൊരു പേടിയുണ്ടോ? ഞാൻ തണുപ്പിനെ ഞാൻ പേടിച്ചിരുന്നതിനാൽ വീട്ടിൽ നിന്നും ഇന്ന് പുറത്തു പോയില്ല. ഇന്നേ ദിവസം ഇന്ന് പുറത്തു പോയില്ല, ഇന്ന് പുറത്ത് ഇറങ്ങിയില്ല എന്ന് പറയാം. ഓക്കെ, അറാബിയ അടുത്ത ആള്. റാബിയ. ലമ്മ സമയത്തു ഹാദിൽ ഖബറ കിത്തു അബ്കി. അതിൽ ഏത് ഫെയിലാണുള്ളത്? അപ്പൊ കാതയുടെ ഏത് രൂപമാണത്? ഏത് കാതയാണ്? കാതയക്കാതു. കാരണം നമ്മൾ നാമമാണ് പഠിക്കുന്നത്. ലമ്മ സമയത്ത് ഹാദൽ ഖബറ കിത്തു അബ്കി, ഞാൻ കരയാറായി. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കരഞ്ഞു പോയി, പോകുമാറായി. ഞാൻ കരഞ്ഞില്ല എന്നേ ഉള്ളൂ. അതാണ് കിത്തു. കിത്തു എഴുതുമ്പോഴത്തേക്ക് ദാലിന് സുക്കും വേണ്ട കേട്ടോ. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവര് എന്താണ് ഈ DTP തയ്യാറാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അതിന് ഇത് കൊടുക്കുന്നത്, എന്താ പറയാ, ഷക്കിൽ കൊടുക്കുന്നത്, ഹർക്കാത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ദാലിന് സുക്കൂൻ വന്നത്. കിത്തു ദാലും തായും കൂടി ചേർത്തിട്ട് ഇതാം മൂത്ത എന്താണ്? മുത്ത ജാനിസൈൻ. അടുത്തടുത്തുള്ള രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് വന്നതുകൊണ്ട് രണ്ടാമത്തിന് ഷെഡ് കൊടുത്തിട്ടാണ് പറയാ, കിത്തു അബക്കി. അപ്പോ കാതു കിത്തും. അപ്പൊ ഇവിടെ കാത യക്കാതു ആയിരുന്നാലും കാത യക്കീതു ആയിരുന്നാലും ഒരേപോലെ തന്നെയാണ് വരിക. അൽ ഖാമിസ്. മനിൽ ഖാമിസ്. എങ്ങനെ? കാത രണ്ട് കാതയുണ്ട്. രണ്ട് കാതയും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിലെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കാത യക്കാതു എന്താ അർത്ഥം? ആകാറായി. അതാണ് ഇവിടെ വന്നിരിക്കുന്ന കിത്തു അബ്കി. അതേപോലെ അതേസമയം കാത
യക്കീദും ഉണ്ട്. ഇന്നഹും യക്കീദൂന കൈദ ഖുർആനിൽ പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ട് യക്കീദൂന ഒന്നുകൂടെ? അപ്പൊ എന്താ അർത്ഥം? ഇന്നഹും യക്കീദൂന കൈദാന്റെ പ്രയോഗിച്ചു. തന്ത്രം പ്രയോഗിച്ചു. കാത യക്കീദു എന്ന് പറഞ്ഞാൽ തന്ത്രം പ്രയോഗിച്ചു. കാത യക്കാദു എന്ന് പറഞ്ഞാൽ ആകുമാറായി. ഞാൻ പറഞ്ഞത് രണ്ടായിരുന്നാലും പദഘടന ഇങ്ങനെയാണ് വരിക. കാത കാതു കിത്ത കിത്തും എന്നാണ് വരിക. അൽ ഖാമിസ്, ഖാമിസ് വായിക്കും. دفترك هذا ظننته دفتري وكدت أكتب عليه أمسي. വക്കിത്തു അക്തുബ് അലൈഹി. അലൈഹി അസ്മി അല്ല, അസ്മിയാണല്ലേ? അസ്മി അല്ല, ആസ്മി അല്ല. കെ കെ സെയ്ദു സാഹിബ്, ദീർഘണ്ടല്ലോ അലിഫിന്. വേറൊരാൾ വായിക്ക്. ഇസ്മി. ഇസ്മി. യസ്മി ആണ്. അതിന്റെ മുകളിൽ കിടക്കുന്ന അലിഫിന്റെ മുകളിലെ ഹംസത്തുൽ വസ്ലിന്റെ അടയാളമാണ്. അക്തുബ് അലൈഹിസ്മി. അലൈഹിസ്മി ബിസ്മില്ലാഹി എന്ന് പറയും പോലെ, യഖ്റ ബിസ്മി എന്നൊക്കെ പറയുന്ന പോലെ ചേർത്ത് വായിക്കുമ്പോ ഹംസത്തുൽ വസ്ലില്ല, ഹംസത്തുൽ വസ്ൽ പോകും. നമ്മൾ ഒന്നാം ഭാഗത്തിൽ പഠിച്ചതാണ് കേട്ടോ. ഒന്നാം ഭാഗത്തിലെ 4ാമത്തെ 5ാമത്തെ പാഠത്തിലാണ്. ഓക്കെ, അപ്പൊ അർത്ഥം പറയും. ഇത് നിങ്ങളുടെ രജിസ്റ്ററാണോ, ബുക്കാണോ? ഞാൻ വിചാരിച്ചു ഇത് എന്റേതാണെന്ന്. ഞാൻ അതിൽ എന്റെ പേര് എഴുതാൻ പോകുമാറായിരുന്നു. എഴുതുമാറായി അല്ലെങ്കിൽ എഴുതാൻ പോകുകയായിരുന്നു. അപ്പൊ നിങ്ങളുടെ എന്ന് പറയരുത് കേട്ടോ. നമ്മൾ ഏകവചനമാണ്, ഏകവചനമാക്കി പറയണം. ദഫ്തർ കഹാദ, ഇത് താങ്കളുടെ പുസ്തകമാണോ? ലനൻതുഹു ദഫ്തരി വക്കിത്തു അക്തുബു അലൈഹി ഇസ്മി. ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് നമ്മൾ കിത്തു എന്നതാണ്. കിത്തുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി പറയേണ്ട കാര്യമില്ല. കാത കാതു കിത്ത കിത്തും എന്നാണ് അതിന്റെ ഘടന വരിക. അതുകൊണ്ടാണ് കിത്തു അക്തുബു എന്ന് പറയുന്നത്. 2ാമത്തെ പോയിന്റ് ലന്നയുടെ പ്രയോഗം. ലന്നയുടെ പ്രയോഗം. ലന്നയ്ക്ക് എത്ര കർമ്മമുണ്ട്? ലന്ന 2 രീതിയിൽ ഉപയോഗിക്കാം. ലന്നയുടെ കൂടെ അന്ന ഉപയോഗിച്ചുകൊണ്ട് പറയാം 1. 2 ലന്നയുടെ കൂടെ 2 കർമ്മം ഉപയോഗിച്ചുകൊണ്ട് പറയാം. അതായത് ഞാൻ കരുതി, മനസ്സുകൊണ്ട് കരുതുമ്പോഴത്തേക്ക് എന്തായി? മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതിന് എന്തുണ്ട്? മനസ്സുകൊണ്ട് കാണുന്നതിന് 2 കർമ്മം ഉണ്ടാവും. അപ്പോ ലനന്തു ഞാൻ കരുതി. എന്തിനെ കുറിച്ച് കരുതി? ഹു അതിനെ കുറിച്ച് കരുതി, ആ കിതാബിനെ കുറിച്ച് കരുതി. എന്താണെന്ന് കരുതി? ദഫ്തരി, എന്റെ ദഫ്തറാണെന്ന് കരുതി. അപ്പൊ ഇവിടെ 2ാമത്തെ കർമ്മത്തിന്റെ അടയാളം കാണാൻ പറ്റില്ല. കാരണം അത് യാ ഉൽ മുത്തകല്ലിം കടന്നു വന്നതുകൊണ്ട് അടയാളം മാറി. അപ്പൊ എന്തായിരുന്നാലും ലനന്തു ഹൂവിലുള്ള ഹൂവിൽ ആകുന്ന ഹുവ 1ാമത്തെ കർമ്മമാണ്. ലന്നയുടെ ദഫ്തർ 2ാമത്തെ കർമ്മമാണ്. ഓക്കെ, സാദിസ് വേറെ വായിക്കും. നാമത്തിൽ ബനാത്തു നിമ്ന ഖബല ഖലീലി. എന്താർത്ഥം? പെൺകുട്ടികൾ ഉറങ്ങിയോ? ഞാൻ നിമ്ന ഖബല ഖലീല, കുറച്ചു മുമ്പ് ഉറങ്ങി. പെൺകുട്ടികൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇവിടെ പെൺമക്കൾ എന്ന അർത്ഥത്തിലും ആകാം കേട്ടോ. വീട്ടിലെ വാപ്പായും ഉമ്മയും ചോദിക്കുകയാണ് നാമത്തിൽ ബനാത്ത്. അപ്പൊ അർത്ഥത്തിൽ 2 രീതിയിലും ആകാം. അപ്പൊ ഇവിടെ നാമയുടെയാണ്. ആദ്യം വന്ന് നാമയല്ലായിരുന്നു, ആദ്യം നാമ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു ചർച്ചാ വിഷയം ഇല്ല അതില്. ഉസ്താദ് അവിടെ 2 ഈ താവിന് മോളില് സുക്കൂനും താഴത്ത് കിസറും ഉണ്ടല്ലോ. എന്തുകൊണ്ടാ? ചേർത്ത് വായിക്കുമ്പോൾ നാമത്തിൽ
അനാമത്തിൽ ബനാത്തു അല്ലെങ്കിൽ അനാമത്തിൽ ബനാത്തു. അത് നമ്മള് ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ചേർത്ത് വായിക്കുമ്പോ കെസറു പാടുണ്ടോ? നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാളാ. സോറി. അനാമത്തിൽ അൽബനാത്ത്. നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റായിട്ട് വായിക്കുക. ഇസ്മിലും അത് തന്നെയായിരുന്നു എനിക്ക് പറയാനുള്ളത്. പിന്നെ അന്ന് ഞാൻ രണ്ടാമത് കറക്റ്റായിട്ട് പറഞ്ഞു. ഇവിടെ മുകളിൽ സുഖമിട്ടിട്ടുണ്ട്, താഴെ കെസറിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. രണ്ടിൽ ഒന്നേ എന്തായാലും പാടുള്ളൂ. അത് നിങ്ങളെ പുസ്തകം തന്നെ എടുത്തു നോക്ക്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? പേജ് 189 അല്ലേ? അല്ല, 190. 190. ആ പുസ്തകത്തിൽ അങ്ങനെയാണുള്ളത്, ഈ പുസ്തകത്തിൽ. അപ്പൊ എന്തായിരുന്നാലും ആ നാമത്തിൽ ബനാത്തു എന്തായാലും ഒരടയാളേ പാടുള്ളൂ. ചേർത്ത് വായിക്കുമ്പോൾ ആ നാമത്തിൽ ബനാത്തു എന്നേ വായിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അത് എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതേണ്ടതുള്ളൂ. അങ്ങനെ ഒരു സുക്കൂൻ ഇട്ടിട്ട് പിന്നെ രണ്ടാമത് കസറ്റ് എന്ന രീതിയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോ അതൊന്ന്. രണ്ടാമത് നിമ്ന. നിമ്നന്റെ അർത്ഥം എന്താ? നിമ്ന. നിമ്ന ഞങ്ങൾ ഉറങ്ങി. ആഹാ, നിങ്ങൾ ഉറങ്ങിയോ? ഞങ്ങൾ പെണ്ണുങ്ങൾ. ഞങ്ങൾ പെണ്ണുങ്ങൾ ഉറങ്ങി എന്നുള്ള ഇപ്പൊ എന്തായാലും മനസ്സിലായി. ഏതെങ്കിലും പെണ്ണുങ്ങൾ ശരിയാക്ക്. ആ പെൺകുട്ടികൾ കൂടുതൽ ആ പെണ്ണുങ്ങൾ ഉറങ്ങിയെന്നാണ്. ഞങ്ങൾ ഉറങ്ങിയെന്നാണെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങളില്ല കേട്ടോ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും ആണുങ്ങളും വ്യത്യാസമില്ല. നിന്നൽ ബനാത്തു, ആ പെണ്ണുങ്ങൾ ഇറങ്ങുന്നതാണ്. നമ്മള് ഫത്തഹ പറഞ്ഞാല് ഫത്തഹന, അൽ ബനാത്തു ഫത്തഹന, അല്ലെങ്കിൽ ഫത്തഹന അൽ ബനാത്തു. ക്ലിയറായോ? ഉറങ്ങിയ പെണ്ണുങ്ങളെ ക്ലിയറായോ? ക്ലിയറായി. സോറി അല്ല. അസാബിയ, ഏഴാമത്തെ വായിച്ച ഒരാള്. നിംതുൽ ബാരിഹത്ത മുബക്കിറൻ. എന്താർത്ഥം? ഞാൻ ഇന്നലെ കഴിഞ്ഞ രാത്രി ഞാൻ നേരത്തെ ഉറങ്ങി. കഴിഞ്ഞ രാത്രി ഞാൻ നേരത്തെ ഉറങ്ങി. മുബക്കിറൻ. മുബക്കിറൻ എന്ന് പറഞ്ഞാൽ നേരത്തെ. ബുക്കറ എന്ന് പറഞ്ഞാൽ നാളെ. ബുക്കറത്തൻ വസീല എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും. എന്താണ് ബുക്കറ? ബുക്കറ. ബുക്കറ എന്ന് പറഞ്ഞാൽ നാളെ. ബുക്കറ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ് സംസാരത്തിൽ. സ്പോക്കണിൽ ബുക്കറ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ്. അതേസമയത്ത് ബുക്കറത്തൻ എന്ന് പറയുമ്പോൾ ബുക്കറത്തൻ വസീല നമ്മൾ പറയുമല്ലോ. ബുക്കറത്തൻ എന്ന് പറഞ്ഞാൽ അവിടെ ബുക്കറത്തൻ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ എന്നാണ്. പ്രഭാതം. ഇവിടെ എന്തായാലും മുബക്കിറൻ എന്ന് പറഞ്ഞാൽ നേരത്തെ. മുബക്കിറിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മുത്തഅഖിറൻ. മുബക്കിറൻ എന്നാണെങ്കിൽ ചോദിക്കുന്നെങ്കിൽ മുത്തഅഖിറൻ എന്ന് എഴുതണം. മുബക്കിറുൻ എന്നാണെങ്കിൽ മുത്തഅഖിറുൻ എന്ന് എഴുതണം. അടുത്ത്. അപ്പൊ ഇത് കഴിഞ്ഞ്. അപ്പൊ നാമ പോലുള്ള സംഗതികളെല്ലാം ഇതേ രീതിയിലാണ് പട്ടിക വരുത്തേണ്ടത്, മാറ്റേണ്ടത്. അത്താസ്യ വശിരീൻ തഅമ്മൽ മൈലി. ഇനി അതിന്റെ രൂപഭേദങ്ങൾ കംപ്ലീറ്റ് പറയുന്നുണ്ട്. ഹാമിദിൻ യനാമു, അൽ ഔലാദു യനാമൂന, ആമിനത്തു തനാമു, അൽ ബനാത്തു. ബനാത്ത് എന്ത് പറയും? യനംന. യനംന എന്ന് പറയാൻ കാരണം അവിടെ ഒരു നാ അവിടെ നേരത്തെ ഉണ്ട്. നാമയുടെ നാ, ഒറിജിനൽ നാ. പിന്നെ അവസാനം പെണ്ണുങ്ങളുടെ നാ വന്നു. നൂനൻ നിസ്വത്ത് എന്ന് പറയും. യനംന. അപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാനുള്ള കേട്ടോ. നെംന എന്ന് പറഞ്ഞ എന്താണ്? ആ അവസാനത്തെ നൂനിന്റെ പേരാണ് നൂനുൻ നിസ്വത്ത്, പെണ്ണുങ്ങളുടെ നൂന് എന്നാണ് അതിന്റെ പേര്.
ഗ്രാമറിൽ പറയുന്നത് അങ്ങനെയാണ്. നൂന് നിസ്വത്ത് എന്ന് പറയും. നിസ്വത്ത് ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ? ആരും വായിച്ചില്ല. യൂസുഫ് എവിടെ? യൂസുഫ് അത് തന്നെ, അത് തന്നെ. വഖാല നിസ്വത്തും ഫിൽ മദീനത്തി ഇംറഅത്തുൽ അസീസി തുറാബിദു ഫതഹ. അപ്പൊ നിസ എന്ന് പറയാം, നിസ്വത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ആ നൂനാണ്, നൂൻ നിസ്വത്തിന്റെ നൂനാണത്. യനംന എന്ന് പറയുന്നത്. ആദ്യത്തെ നൂന് എന്താണ്? ആ ഫേലിലുള്ള നൂനാണ്. യനംന. അൻത തനാമു അൻതും തനാമൂന അൻതി തനാമീന അൻതുന്ന തനംന അന അനാമു നഹ്നു നനാം. അടുത്തത് സലാസീൻ. അസിൻ യഖാഫു. യഖാഫു യശാഉ. യഖാഫു യശാഉ. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ ക്രിയകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പേജിൽ എഴുതി വെക്കണം കേട്ടോ. ക്ലീനം തിരിച്ച് പേജിൽ എഴുതി വെക്കണം. നമ്മൾ നേരത്തെ പഠിച്ച ഇതിലല്ലാതെ, ഈ പുസ്തകത്തിലല്ലാതെ പഠിച്ച ക്രിയകളും എഴുതി വെക്കണം. വേറെ ക്രിയകൾ ഖുർആൻ വായിച്ച് കണ്ടെത്തണം. യഖാഫു യശാഉ ഇല ദമാരി കമാ ഫി തംരീൻ സാബിഖ്. ഒരാൾ പറയും ഈ പറഞ്ഞ പോലെ ഹാമിദുൻ യനാമൂന് പകരം ഹാമിദുൻ യഖാഫു അൽ ഔലാദു യഖാഫൂന ആമിനത്തു തഖാഫു അൽ ബനാത്തു യഖഫ്ന അൻത തഖാഫു അൻതും തഖാഫൂന അൻതി തഖാഫീന അൻതുന്ന തഖഫ്ന അന അഖാഫു നഹ്നു നഖാഫ്. അപ്പൊ ഇനി റിവിഷൻ ചേർത്ത് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഉറപ്പാണ്. ഓക്കെ. അസ്നീദ് എന്ന് പറഞ്ഞാല് ചേർക്കുക എന്നാണ്. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ്. പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അസ്നദ് എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ക്രിയയോട് ഈ സർവനാമം ചേർക്കുക എന്നാണ്. സർവനാമം, അതാണ് ഈ അസ്നദ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സർവനാമം ചേർക്കുക, ഈ പ്രയോഗം, അസ്നിദ് എന്ന പ്രയോഗം നമ്മൾ പ്രാക്ടിക്കലി നോക്കിയാൽ അതിന്റെ രൂപഭേദങ്ങൾ പറയുക എന്നാണ്. അസ്നദ. അതിനാണ് സനദ് കൊടുത്തെന്ന് പറയുന്നത്. സനദ് കൊടുക്കുക എന്ത് ചെയ്യും? ഈ ആളിനെ, ഈ പറഞ്ഞ സനദ് കിട്ടിയ ആളിനെ സ്ഥാപനവുമായി ബന്ധിപ്പിക്കുക. ഇവിടെ എന്ത് ചെയ്യാണ്? ഇസ്നാദുൽ ലമീരി ഇലൽ ഫിഅലിയാണ് കേട്ടോ. സർവനാമത്തെ ഫെയിലിലേക്ക് ചേർക്കുക. പക്ഷെ അത് ഇളാഫത്തല്ല. ഇളാഫത്ത് എന്ന് പറയുമ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ലറബ, അവനടിച്ചു. ലറബയുടെ കൂടെ ഇളാഫ, പിന്നെ മഫ്ഊലുൻ ബിഹി പറഞ്ഞാൽ എന്തായി? അതിന് ചേർത്ത് ലറബഹു എന്ന് പറയാം. അല്ലെങ്കിൽ കിതാബ് പറഞ്ഞപ്പോ കിതാബു ഹു എന്ന് പറഞ്ഞു. കിതാബ് പുസ്തകം, കിതാബു ഹു അവന്റെ പുസ്തകം. അങ്ങനെയുള്ള ചേർക്കലല്ല ഇസ്നാദ് എന്ന് പറയും. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹാമിദുൻ യനാമു. അപ്പൊ അവിടെ എന്തുണ്ട്? ലമീർ മുസ്തത്തിറാണ് അവിടെ. അൽ ഔലാദു യനാമൂന, ബഹുവചനത്തിന്റെ വാവാണ് അവിടെ എന്ത്? ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന അടയാളം. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്. ആമിനത്തു തനാമു എന്ന് പറയുന്നിടത്ത് എന്താണ്? തഅനീസിന്റെ തായാണ്. അൽ ബനാത്തു യനംന എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? അവസാനത്തെ നൂന് നിസ്വത്തിന്റെ നൂനാണ്. ഇങ്ങനെ ചേർക്കാനാണ് പറയുന്നത്. അറബി ടെർമിനോളജി അനുസരിച്ച് ഈ പറഞ്ഞ അസ്നദ് ഇല യഖാഫു യശാ എന്ന് പറഞ്ഞ ഇല ദമാഇരി, ദമീറിലേക്ക് എന്ത് ചെയ്യുക? ഇസ്നാദ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ ദമാഇരി ഈ ലമീറാണ്. ഈ ലമീറുകളിലേക്ക് ചേർക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പട്ടിക, നമ്മൾ ഈ മുകളിൽ പറഞ്ഞതുപോലെ പട്ടിക പറയുക എന്നാണ് അതിന്റെ അർത്ഥം. പ്രാക്ടിക്കലി അത് ചെയ്യേണ്ടതാണ്. ഇഖ്റ മാ യലി.
ഒരാൾ വായിക്കേ. أخي الصغير ينام مبكرا ആ أما أنا فأنام بعد منتصف الليل ഫഅനാമു فأنام بعد بعد منتصف منتصف الليل. നല്ല ഹാബിറ്റ് അല്ല കേട്ടോ, إيه؟ നല്ല ഹാബിറ്റ് അല്ലെന്ന്. അഖി സഗീർ യനാമു മുബക്കിറൻ, എന്റെ എന്താ അർത്ഥം? അഖി സഗീർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറിയ ചെറിയ brother. എന്റെ അനുജൻ, മലയാളത്തിൽ പറഞ്ഞ എന്റെ അനുജൻ, ചെറിയ അല്ലെങ്കിൽ ഇളയ സഹോദരൻ, അനുജൻ എന്ന് വേണമെങ്കിൽ പറയണമെങ്കിൽ ഇളയ അനുജൻ. ചെറിയ സഹോദരൻ. ആ അഖി സഗീർ യനാമു മുബക്കിറൻ, അയാൾ നേരത്തെ ഉറങ്ങും. അടുത്തത് എന്നാൽ ഞാൻ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഉറങ്ങുന്നത്. ഞാൻ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഉറങ്ങുന്നത്. അതാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഉം. നമ്മുടെ ക്ലാസ്സുകളെല്ലാം തുടങ്ങുന്നതും 8:45 9 മണിയായിരുന്നത് ഞാൻ നേരത്തെ ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് 15 മിനിറ്റ് നേരത്തെ ആക്കിയത്. അത് 8:30 ആക്കാൻ നോക്കുമ്പോൾ ചില തടസ്സങ്ങൾ പിന്നെയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 8:30 ആക്കിയിട്ടില്ല. എന്നാലും പുതിയ ക്ലാസ് ഇപ്പൊ തുടങ്ങിയത് 8:30 തുടങ്ങിയിരിക്കും. എന്തായിരുന്നാലും നമ്മൾ രാത്രി നേരത്തെ ഉറങ്ങിയാൽ രോഗം അധികം ഉണ്ടാവുകയില്ലെന്നാണ് നിയമം. അപ്പോ ഇവിടെ പറയുന്ന വിഷയം അമ്മായിയുടെ പ്രയോഗം. മുമ്പ് നമ്മൾ പറഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മയുടെ പറഞ്ഞായിരുന്നോ? എടുത്തിട്ടുണ്ട്. പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്, അപ്പൊ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. രണ്ടാമത്തെ കാര്യം അമ്മ ഉപയോഗിച്ച് പറയും. അമ്മ ഉപയോഗിച്ച് പറഞ്ഞ കാര്യത്തിന്റെ കൂടെ എന്തുണ്ടാകും? ഫ ഉണ്ടാകും. അതാണ് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന് അനുജൻ ഉറങ്ങുന്ന കാര്യം, ഞാൻ ഉറങ്ങുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അനുജൻ ഉറങ്ങുന്നത് നേരത്തെയാണ്, എന്നാൽ ഞാൻ ഉറങ്ങുന്നത് അർദ്ധരാത്രിക്ക് ശേഷമാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അമ്മ അന, അപ്പൊ ഹുവ യനാമു മുബക്കിറൻ, അമ്മ അന ഫ അനാമു. അപ്പൊ അതിന്റെ കൂടെ അമ്മയുടെ ഉപയോഗിച്ച് പറയുന്ന വിഷയത്തിന്റെ കൂടെ എന്തുണ്ടാകും? ഫ ഉണ്ടാകും. അതാണ് ഫ. അമ്മ അന ഫ അനാമു ബഅദ മുൻതസിഫിൽ ലൈൽ. ഈ വാക്ക് അവിടെ അർത്ഥമുണ്ടോ? അതാ പറഞ്ഞ, അവിടെ അതിന്റെ അർത്ഥം നോക്കേണ്ട കാര്യമില്ല. ആ. അതാ സെന്റൻസിന്റെ യൂസേജിലുള്ളതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഖുർആൻ അർത്ഥം പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള സമയത്തിൽ അപ്പൊ ഫായുടെ അർത്ഥം എന്താണെന്ന് പറയാൻ വേണ്ടി പാടുപെടും. 11ാമത്തെ ലെസണിലുണ്ടാകും. 11ാമത്തെ ലെസണിൽ വന്നിട്ടുണ്ടാവും. അസാനി അപ്പൊ ഇവിടെ നാമയുടെ അപൂർണക്രിയയാണ് വിഷയം കേട്ടോ. നാമയുടെ അപൂർണക്രിയ വരുന്നുണ്ട്. അഹിസ്വഗീറു യനാമു, നേരത്തെ നമ്മള് മാവിയാണ് പറഞ്ഞത്. ഇവിടെ യനാമു അനാമു, ഹുവ യനാമു അന അനാമു. അസാനി രണ്ടാമത്തെ അടുത്ത ആൾ വയ്ക്കും. മത്താ തനാമീന യാ ഹദീജത്ത്. യാ ഖദീജത്ത്, അവസാനത്തെ അടയാളം യാ ഹദീജത്ത്. അവസാനത്തെ അക്ഷരത്തിന്റെ എന്ത് അടയാളം കൊടുക്കണം? നമ്മ കൊടുക്കണം. ഇത് അറിയുക എന്നതാണ് അറബി ഭാഷയുടെ എൻറ്റിറ്റി, അതിന്റെ എന്താ പറയാ, അസ്തിത്വം. അറബി ഭാഷ, അറബി എന്ന് പറയുന്നത് എന്റെ അർത്ഥം അടയാളം അറിയുക, അന്ത്യത്തിലെ അടയാളം അറിയുക എന്നതാണ്. അന്ത്യം മാറി വരുന്ന ഭാഷ എന്നാണ് അറബി ഭാഷയുടെ അർത്ഥം. അതിനാണ് നമ്മൾ പറയുന്നത് ഏറാബ് പറയുമെന്ന് പറയും. ഏറാബ് പറയുമെന്ന് പറഞ്ഞാൽ ഇത് മാവിയാണ്, പേര് മാവിയാണ്, മുളാരിയാണ്, അതേപോലെ അമ്രാണ്, അത് ഫായിലാണ്, മഫ്ഊലുബിഹിയാണ്. അതിന്റെ അവസാനത്തെ അടയാളം അത് നസ്ബാണ്, ജറാണ്, റഫ് ആണ്. ഇതൊക്കെ അറിയുക എന്നതാണ് അറബി പഠിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോ മറ്റാ തനാമീന യാ ഖദീജത്തു, അനാമ ഫി സാഅത്തിൽ ഹസന. അനാമ എന്ന് പറഞ്ഞാൽ എന്ത് രൂപമാണ്? അനാമ എന്ന രൂപമുണ്ടോ? അനാമു
അനാമു ഫിൽ സാഹത്തിൽ ഹസറ വനുസ്ഫി. ഫിൽ അല്ല, ഫിസ്സാഅതി. ഫിസ്സാഅതി. രണ്ടാമത് സമയം പറയാനാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വായിൽ വരേണ്ടതാണ് സാഅത്തിൽ അശ്റ എന്നല്ല വരിക, അസ്സാഅത്തിൽ ആശിറത്തു. സാഹത്തിൽ ഹാസിർ. സാഅത്തിൽ ആശിറത്തു ഫി ആണ്. ഫി വന്നുകൊണ്ട് ഫിസ്സാഅത്തിൽ ആശിറത്തി വന്നിസ്ഫി. എന്താ അർത്ഥം? മത്താ തനാമീന യാ ഖദീജത്തു. പത്തരയ്ക്ക് ശേഷം. മത്താ തനാമീന യാ ഖദീജത്തു. കേക്ക് പറയട്ടെ. അനാമ ഫി സാഹത്തിൽ. അല്ല, മത്താ തനാമീന യാ ഖദീജത്തുവിന്റെ അർത്ഥം പറയും. എപ്പോഴാണ് ഖദീജത്ത് ഉറങ്ങുന്നത്? നിങ്ങൾ എപ്പോഴാണ് ഖദീജ ഉറങ്ങുന്നതെന്നാണ് ചോദിച്ചത്. ഖദീജത്ത് നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത്? ഖദീജ നീ എപ്പോഴാണ് ഉറങ്ങുന്നത്? തനാമീന. അടുത്തത് അനാമു ഫിസ്സാഅത്തിൽ ആശിറത്തി വന്നിസ്ഫി. സാഹത്തിൽ ആശിറത്തി വനിസ്ഫി. പത്തരയ്ക്ക് ശേഷം. പത്തരയ്ക്ക് ശേഷം ഇല്ലല്ലോ, പത്തര ശേഷമില്ല. മണിക്ക്. 10 മണിക്ക് ഞാൻ ഓർക്കണം. അപ്പൊ നമ്മള് പിന്നെ അർദ്ധരാത്രിയായി, പിന്നെ 10 മണിയായി. കുറച്ചുകൂടെ നേരത്തെ വരാനുണ്ട്. അസാലിസ്. അടുത്ത ആള് വായിക്കൂ. തനാമൂന ബഅദൽ ഖദാഇ യാ ഇഖ്വാനു. നഅം തനാമു ലി മുദ്ദത്തി നിസ്ഫി സാഅത്തി. ബഅദൽ ഖദാ. ഖദാ എന്താണ്? ഖദാ ലഞ്ച്. അതെവിടെ ഉണ്ട് ഖുറാനില്? ലഞ്ച് തരൂ, ലഞ്ച് കൊണ്ടുവരൂ എന്ന് പറയുന്നില്ലേ? എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഖുറാനില്? ലഞ്ച് കൊണ്ടുവരൂ എന്ന് പറയുന്നില്ലേ? കാരണം എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതരുതെന്ന് പറയും. മൂസാ നബി പറഞ്ഞു. അല്ല, ഖിദർ നബി. അതെ, ഖിദർ അലൈഹി ഇസ്ലാമിനോട്. ആത്തിന ഖദാഅന. ഖിദർ അലൈഹി ഇസ്ലാമിനോടല്ല, ഭൃത്യനോടാണ് പറയുന്നത്. ഭൃത്യനോട്. ആത്തിന ഖദാഅന ലഖദ് ലഖീന മിൻ സഫരിന മിൻ സഫരിന ഹാദാ നസബ. അപ്പോ ഖദ തനാമുന ബഅദൽ ഖദ. അർത്ഥം പറയൂ. സഹോദരന്മാര്, നിങ്ങൾ ലഞ്ചിന് ശേഷം ഉറങ്ങാറുണ്ടോ? നിങ്ങൾ ഉറങ്ങാറുണ്ടോ? തനാമുലി മുദ്ദത്തിന് നിസ്ഫി സാഅത്തിൽ. അപ്പോ ഇവിടെ തനാമുന, അനാമു, നനാമു, അതാണ് വിഷയം. തനാമുന നിങ്ങൾ ഉറങ്ങുന്നു, നനാമു ഞങ്ങൾ ഉറങ്ങുന്നു. മുദ്ദത്തി നിസ്ഫി സാഅത്തിൽ. മുദ്ദത്ത് എന്താ? ഡ്യൂറേഷൻ. മുദ്ദത്ത് ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ. മദ് ദീർഘം, മുദ് ഒരളവ്, മുദ്ദത്തുൻ ഡ്യൂറേഷൻ. നിസ്ഫു സാഅത്ത്. അപ്പൊ ഖദാഇന് ശേഷം ഒരു ഉറക്കമുണ്ട്. യഥാർത്ഥത്തിൽ ഖദാഇന് ശേഷമല്ല, ഖദാഇന് മുമ്പാണ് ഉറങ്ങേണ്ടത്. കാരണം എംപ്റ്റി സ്റ്റൊമക്കിലാണ് ഉറങ്ങേണ്ടത്. അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ ബോഡി റിലാക്സ് ചെയ്യാൻ പറ്റും. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങിയാൽ ബോഡി വർക്ക് ചെയ്യുന്നുണ്ട് ഫിസിക്കലി, ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി. അതോടൊപ്പം നമ്മൾ ഉറങ്ങിയതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല, ബോഡിക്ക് റിലാക്സ് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അറാബിയ. അടുത്ത ആൾ വായിക്കും. അലാ തഖാഫുല്ലാഹ യാ റജുലു. ബലാ അഖാഫുഹു. എന്താ അർത്ഥം? നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? ഭയപ്പെടുന്നു. യാ റജുലു. യാ റജുലു. അതെ, ഞാൻ ഭയപ്പെടുന്നു. യാ റജുലു എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷനെ. യാ പുരുഷന്നല്ല. മലയാളത്തിൽ പറഞ്ഞ എന്ത് പറയും? നീ അള്ളാഹെ ഭയപ്പെടുന്നില്ലേ മനുഷ്യ? അതെ. പിന്നെ അടുത്ത് ബല അഖാഫുഹു. അതെ, ഞാൻ ഭയപ്പെടുന്നുണ്ട് അള്ളാഹുവിനെ. തീർച്ചയായും എന്ന് പറയാം ബല. കാരണം ഇവിടെ അലാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ലെന്നാണ്. ബല എന്ന് പറയുമ്പോൾ തീർച്ചയായും. അഖാഫു, ഞാൻ അവനെ ഭയപ്പെടുന്നു. അൽഖാമിസ്. അടുത്ത ആൾ വായിക്കൂ.
ഇപ്പൊ പറഞ്ഞ് വായിച്ച ആളാരാ? ഞാനിപ്പോ പുതിയ ജോയിൻ ചെയ്താണ്. ഓ, അതാണ് സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെയൊക്കെയാണ് ഗൗരവമായിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ നേരത്തെ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിഷമമൊന്നും വിചാരിക്കരുത്. ഇല്ല. നമ്മൾ 2 വർഷമായിട്ട് പഠിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും ക്ലോസ് ആയിട്ട് ചോദിക്കുന്നത്, ചോദിക്കാൻ പറയുകയും ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. മനസ്സിലായിട്ടുണ്ടാവും. ആ. ഓക്കെ. അൽഹാമിസ്, അടുത്തയാൾ വായിക്കും. قال الطالب الجديد للمدرس أين أجلس يا أستاذ؟ قال له المدرس أجلس حيث تشاء. അജ്ലിസ് ആണോ? ഇജ്ലിസ്. اجلس. ഇജ്ലിസ്. കന്നഡ പുതിയ ഉപയോഗിക്കുന്നവര് വിദ്യാർത്ഥി. കന്നഡ ഉപയോഗിച്ചിട്ട് വായിക്കണം. ഉം. ഞാൻ കന്നഡ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് സ്ക്രീന് ദൂരെയാണ് ഇരിക്കുന്നതെങ്കിലും കാണാൻ പറ്റും. സേതു സാഹിബ് കന്നഡ ഉപയോഗിക്കുന്നുണ്ടോ? ആ. ഉണ്ട്. നേരത്തെ കേക്കയും വായിച്ചപ്പോ ഹംസത്തുൽ വസ്ൽ കണ്ടില്ല. എന്നോട് കണ്ണാടി മാറ്റാൻ പറഞ്ഞു സാർ. ആ, അത് തന്നെ. ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പൊ തിരിച്ചെടുത്തു കേട്ടോ. അന്ന് അക്യുപഞ്ചർ പഠിക്കുന്നതിന് മുമ്പാ പറഞ്ഞത്. ആ ആ, എനിക്ക് കന്നഡ സ്ഥിരം വെക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിധിച്ചതാണ്. പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടിരുന്നു. ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക്, ഗൾഫിലായിരുന്ന സമയത്ത് ഉപയോഗിക്കണം എന്നുള്ള അനിവാര്യ അവസ്ഥയിലായിരുന്നു, ദീർഘ കാഴ്ചയ്ക്ക് വേണ്ടി. പിന്നീട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് വന്നു, വാങ്ങി. പിന്നെ നല്ല സ്മാർട്ടായിട്ട് അത് നല്ല കാശ് കൊടുത്തൊരു നല്ല കന്നഡയൊക്കെ വാങ്ങി. കാർ ഓടിക്കുമ്പോഴത്തേക്ക് എന്തായാലും വേണ്ടി വരുമായിരുന്നു. പിന്നെ ഇത് വെക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്ന് ആലോചിക്കാൻ. അങ്ങനെ സ്വന്തം മാറ്റി വെച്ചതാ. അതിനുശേഷമാണ് അക്കിപ്പഞ്ചർ പഠിക്കാൻ പോയത്. അന്നേരം പറഞ്ഞ് കന്നഡ ഉപയോഗിക്കുന്നതാണ് നമുക്ക് കേട്, പിന്നീട് നമ്മുടെ കണ്ട കപ്പാസിറ്റി കുറഞ്ഞു വരുന്നല്ലാതെ ഒരിക്കലും എന്തായില്ല, മേക്കപ്പ് ആവില്ല. നമ്മൾ വിചാരിക്കുന്ന കുറച്ച് കണ്ണട വെച്ചിട്ട് പിന്നെ ശരിയാവും, അങ്ങനെയൊന്നുമില്ല. പിന്നെ അത് പക്ഷെ കണ്ണട ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ഇങ്ങനെ തുടയ്ക്കണം കൈ കൊണ്ട്, വിരലുണ്ട്. നിങ്ങൾ ഒരു അക്യുപഞ്ചറിസ്റ്റിനെ കണ്ടാൽ മതി. ഓക്കെ. അൽഹാമിസ്, അപ്പൊ അത് വായിക്കാണല്ലേ? സേവ് പറയാൻ അർത്ഥം പറയും. പുതിയ വിദ്യാർത്ഥി മുദരിസിനോട് ചോദിച്ചു, ഞാൻ എവിടെ ഇരിക്കണം ഉസ്താദ്? അപ്പൊ മുദരിസ് വിദ്യാർത്ഥിയോട് പറഞ്ഞു, നീ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നോ. ഇജ്ലിസ് ഹൈസു തശാ. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു ഇവിടെ ഇതൊരു പ്രയോഗമാണ്. ഇവിടെ നമ്മള് ഇപ്പൊ പറഞ്ഞ നാമയുടെ സഹോദരിമാരൊന്നും വന്നിട്ടില്ല അല്ലെ? കാലത്താലിബുൽ ജദീദുൽ മുദരിസായ അജ്ലിസു അവസ്ഥാണ്. അപ്പൊ ഇവിടെ ഇതാണ് ഈ വിഷയം. ഇത് ഹൈസു തശാ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആസ് യു ലൈക്ക്, യു സിറ്റ് വേറെവർ യു ലൈക്ക് എന്ന് പറയുന്ന പോലെ. ഹൈസു എന്ന് പറഞ്ഞാൽ അത് പോലെ എന്നാകാം, അല്ലെങ്കിൽ സ്ഥലവുമാകാം. കേട്ടാ? ഹൈസു തശാ. അപ്പോ ഹൈസു തശാ ഖുർആനിൽ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഹൈസു തശാവിന്റെ പ്രയോഗം സൂറത്തുൽ ഫത്ഹിന്റെ അവസാനം, ഫത്ഹല്ല, സുമറിന്റെ അവസാനം. യതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ. ഹൈസു നശാ. ഇപ്പൊ ഹൈസു തശാ എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്നിടത്ത്, അതേപോലെ ഹൈസു നശാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. യതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ. അപ്പൊ ഇതിന്റെ രൂപഭേദങ്ങളൊക്കെ വരും. അപ്പൊ ഹൈസു തശാ അല്ലെങ്കിൽ ഹൈസു യശാ എന്ന പ്രയോഗം ഓക്കെ. ഹൈസു എന്ന് മാത്രം പറഞ്ഞാൽ പോലെ എന്നാണ് അർത്ഥം. നീ ഉദ്ദേശിക്കുന്ന പോലെ, നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രയോഗമാണ്. അസാദിസ്,
قال الله تعالى في القرآن الكريم ഇങ്ങനെ قال الله تعالى في القرآن الكريم ആ لله ملك السماوات والأرض يخلق ما يشاء. ആ അത് തന്നെ യഖ്ലുഖുമായ യശാ. അല്ലാഹു അവൻ തആല ഉദ്ദേശിക്കുന്നതിന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞോ അർത്ഥം പറഞ്ഞോ. അല്ലാഹു തആല ഖുർആനുൽ കരീമിൽ പറഞ്ഞിരിക്കുന്നു, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടമസ്ഥാവകാശം അവന്റേതാണ്, അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹുക്കുള്ളതാണ്. യഹ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അതെ. ശരിയാണോ ഉസ്താദേ? അതെ അതെ അതെ, അവൻ ഉദ്ദേശിക്കുന്ന അവൻ ശ്രദ്ധിക്കുന്നു. അടുത്തത് അസ്സാബിയ ഹുവ യഖാഫുനി. യഖാഫുനി. ഹുവ യഖാഫുനി എന്താ അർത്ഥം? അവൻ എന്നെ ഭയപ്പെടുന്നു. ആ അവൻ എന്നെ ഭയപ്പെടുന്നു. അപ്പോ അതിലെന്താണ് മഫ്ഊലുൻ ബിഹി ഉണ്ടോ? മഫ്ഊലുൻ ബിഹി എവിടെ ഉണ്ട്? അനയാണോ മഫ്ഊലുൻ ബിഹി? എന്നെ. അതെ, ഇവിടെ യാ ഉൽ മുത്തകല്ലിം എന്ന് പറയണം കേട്ടോ. യാ ഉൽ മുത്തകല്ലിം. അപ്പൊ നൂൻ എന്താണ്? മുലാഫ്. നൂന് നൂൻ എന്താണെന്ന് ഒരാൾ പറയൂ. മുലാഫ്. ആ നൂനുൽ വിഖായ, നൂന് സേഫ്റ്റി നൂനാണ്. കാരണം യഖാഫു ഇന്റെ ലം അവിടെ തന്നെ വേണം. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് മഫ്ഊലുൻ ബിഹിയുടെ നെസ്ബ് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു, യാ ഉൽ മുത്തകല്ലിം വന്നപ്പോഴേ. ലന്ന പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞല്ലോ, ലനൻതുഹു ദഫ്തരി എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ ലമീർ ആയതുകൊണ്ട് അവിടെ നെസ്ബ് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രകടമാവില്ല. രണ്ടാമത്തെ ദഫ്തരി വന്നപ്പോഴത്തേക്ക് ദഫ്തറിന് നെസ്ബ് കൊടുക്കണം, പക്ഷേ യാ ഉൽ മുത്തകല്ലിം ആയതുകൊണ്ട് എന്ത് ചെയ്തില്ല, യാ ഉൽ മുത്തകല്ലിം വന്നതുകൊണ്ട് ദഫ്തറിന്റെ അടയാളം നെസ്ബ് പ്രകടമാകുന്നില്ല. അതേസമയം ഇവിടെ ദഫ്തറിന്റെ അടയാളം വന്നില്ലെങ്കിലും ദഫ്തറിന് മാറ്റം ഉണ്ടാകുന്നില്ല. ദഫ്തർ എന്ന നൗണിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഇപ്പൊ നൗണിന് ശേഷം യാ ഉൽ മുത്തകല്ലിം വന്നതുകൊണ്ട് നൗണിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതേസമയം ഫേലിന് ശേഷം യാ ഉൽ മുത്തകല്ലിം വന്നാൽ ഇവിടെ എന്താണ്? യഖാഫു. യഖാഫുവിന്റെ കൂടെ യാ ഉൽ മുത്തകല്ലിം വന്നാൽ യഖാഫി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താവും? ഫിഅലിന്റെ എന്താ അതിന്റെ രൂപം മാറും, ഘടന മാറും, അർത്ഥം വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഫിഅലിന് ശേഷം യാ ഉൽ മുത്തകല്ലിം ചേർക്കേണ്ട സന്ദർഭത്തിൽ, അഥവാ യാ ഉൽ മുത്തകല്ലിം മഫ്ഊലുൻ ബിഹി ആയിട്ട് വരുമ്പോൾ ഫിഅലിന് ശേഷം യാ ഉൽ മുത്തകല്ലിം മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് ചേർക്കുക. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇടയിൽ ഫേലിന്റെയും യാ ഉൽ മുത്തകല്ലിമിന്റെയും ഇടയിൽ ഒരു സേഫ്റ്റി നൂൺ, ഒരു നൂൻ ചേർക്കും. ആ നൂനാണ് സേഫ്റ്റി നൂൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് പേരിനെ സേഫ് ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് അനന്റെ നൂനല്ലേ? അനന്റെ നൂനല്ല അത്. അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് യാ ഉൽ മുത്തകല്ലിം ആണെന്ന് പറയാൻ പറഞ്ഞത് ഞാൻ. മുത്തകല്ലിമിന്റെ യാ ആണ് മഫ്ഊലുൻ ബിഹി. നൂൻ എന്താണ്? നൂനിന്റെ പേരാണ് സേഫ്റ്റി നൂന്. അത് അപൂർണ ക്രിയ വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനെ? അപൂർണ ക്രിയ വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലല്ലോ, ഖലഖനി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായല്ലോ. അൽഹംദുലില്ലാഹില്ലദി ഹദാനി, അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വജഅലനി അല്ലേ? അതേപോലെ അമ്രിലുണ്ട്. ഫിഅലിന്റെ ശേഷം യാ ഉൽ മുത്തകല്ലിം വരുമ്പോൾ ഫിഅലിന്റെ അവസാനത്തെ രൂപം അങ്ങനെ തന്നെ നിലനിൽക്കണം. കാരണം എന്താണ്? അത് ഫിഅല് അങ്ങനെ തന്നെ നിലനിന്നെങ്കിൽ അതിന്റെ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ.
അപ്പൊ ഇജാൽനി റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഹംനി വജ്ബുർനി വർഫഅനി. അവിടേക്ക് എന്ത് വേണം? അമ്രിന്റെ അവസാന രൂപമായ സുക്കൂൻ അവിടെ നിന്ന് വേണം. അപ്പൊ എന്ത് ചെയ്തു? യാൽ മുത്തകല്ലിം ചേർക്കുമ്പോൾ നൂന് സേഫ്റ്റി നൂന് ചേർത്തിട്ടാണ് യാൽ മുത്തകല്ലിം ചേർക്കുക. ഫിഅലിന്റെ ഏത് രൂപമായിരുന്നാലും യാൽ മുത്തകല്ലിം ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം? നൂനിൽ വെക്കായത്ത് വേണം. അതിനായിരിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സാനി വസലാസീൻ തഅമ്മൽ മായലി. ഇനി നമ്മൾ പോകേണ്ടത് ലം വന്നാൽ ജസ്മി ചെയ്യുന്ന രൂപം. അപ്പൊ യനാമു എന്നതിന്റെ ലം വന്നാൽ എന്തായി? ലം യനം. ഇവിടെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. യനാമു എന്നിടത്ത് എന്താണ്? യഥാർത്ഥത്തിൽ യനാമു ഇവിടെ അലിഫിന്റെ മുകളിൽ സുക്കൂനിട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. യനാമു എന്നിടത്ത് എന്തുണ്ട്? അലിഫിന് യഥാർത്ഥത്തിൽ സുക്കൂനാണ്. നമ്മൾ പറയുന്നത് ദീർഘമാണ് വരുന്നതെങ്കിൽ സുക്കൂൻ മയ്യിത്ത് എന്ന് പറയും. ലം വന്നാൽ ലം യനാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ അലിഫിന് സുക്കൂന്, മീമിന് അവസാനത്തെ അക്ഷരമായ മീമിനും സുക്കൂൻ എന്നാണ്. അങ്ങനെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ലം യനം എന്നാണ് പറയുന്നത്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെയാണ് കേടെന്ന് പറഞ്ഞ പോലെ ദുർബലാക്ഷരം വന്നാൽ ദുർബലാക്ഷരം അങ്ങ് കളയും. അവസാനം സുക്കൂൻ വരുമ്പോൾ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടി ദുർബലാക്ഷരം കളയും. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൽ എന്ത് ചെയ്തു? അപ്പോൾ ദുർബലാക്ഷരം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ദുർബലാക്ഷരം തന്നെ കളഞ്ഞു അവസാനത്തെ. ഇവിടെ എന്തായി? മധ്യ ദുർബലാക്ഷരം വന്നപ്പോൾ അവിടെയും കൽപ്പനക്രിയയിൽ അല്ലെങ്കിൽ ജസ്മ വന്നപ്പോൾ എന്ത് ചെയ്തു? ജസ്മ വരുന്ന പോലെ കൽപ്പനക്രിയ വരുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുക. ലം യനം. തനാമു അല്ല അമ്രിനെ എന്ത് ചെയ്തു? പിന്നെ കൽപ്പനക്രിയ ആക്കുമ്പോഴും ഇവിടെ ഉണ്ടത്. കൽപ്പനക്രിയ തനാമുവിന് അല്ല ഫേൽ അമ്രാക്കിയാൽ എന്തായി? നാം എന്നാണ്. നാം എന്ന് വരാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? നം എന്നാക്കി. നാമേനാമുനം. അപ്പോ വിരോധക്രിയ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ലാത്തനം ലാത്തനം ചക്രമായലി എല്ലാം നമ്മൾ വായിച്ചുള്ളൂ. എല്ലാം വായിച്ചു തീർക്കണം. الرابع والثلاثين اقرأ الكلمات الآتية واكتبها مع ضبط الحرف الأول. അപ്പം ഇവിടെ നേരത്തെ നമ്മൾ ഇസ്നാദ് എന്ന് പറഞ്ഞു. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഇസ്നാദ് ദമ്മി, ഇസ്നാദ് അസ്നിദ് ഇല ദമ്മി ഇല ദമീരി അല്ലെങ്കിൽ ഇല ദമായിർ എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപഭേദങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. അതേപോലെ വക്തുബഹ മഅ ദബത്തിൽ ഹർഫ് എന്ന് പറഞ്ഞാൽ ദബത്ത് എന്ന് പറഞ്ഞാൽ ശരിയായ അടയാളം കൊടുക്കുക എന്നാണ്. മഅ ദബത്ത് നമ്മളെ ഹർക്കത്ത് കൊടുക്കുക എന്ന് പറയുമല്ലോ. ഹർക്കത്ത് കൊടുക്കാന്ന് പറയാം, പക്ഷെ അധികവും ഭാഷയിൽ ഉപയോഗിക്കുന്നത് ദബത്ത് അൽ കലിമാത്ത് എന്നാണ് പറയുന്നത്. യദ്ബിത്ത് എന്നൊക്കെ പറയും, അതിന് അടയാളം കൊടുക്കുകയുള്ളൂ. അപ്പൊ മഅ ദബത്തിൽ ഹർഫിൽ അവൽ ഒന്നാമത്തേന് കൃത്യമായ അടയാളം കൊടുത്തുകൊണ്ട് ഇഖ്റഅൽ കലിമാത്തിൽ ആതിയ വക്തുബഹ വായിക്കുകയും എഴുതുകയും ചെയ്യണം. ഒരാൾ വായിച്ചേ. قل بع زر زق حف قم نم سم سر كن. മാഷാ അല്ലാഹ്. കാല യഖൂലു കാല യഖൂലു. അപ്പൊ അലിഫ് വാവ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. മാദിയിൽ അലിഫാണ്, മുളാരിയിൽ വാവാണ്. അപ്പൊ അതിന് വരുമ്പോ അൻത ഖുൽത, അന ഖുൽതു. അമ്ര വരുമ്പോൾ ഖുൽ. ബാ യബീഉ. അപ്പോ അലിഫ് മാദിയിൽ അലിഫ്, മുളാരിയിൽ യാ.
ബാ യബിഉ. അൻത അൻത ബിഅത അന ബിഅതു. അൻത ബിഅത അന ബിഅതു. അൽ അംറു ബിഅ. നാമ യനാം വരുമ്പോൾ മാദിയിൽ അലിഫ്, മുളാരിയിൽ അലിഫ്. അൻത നിംത അന നിംതു. ഇവിടെയാണ് ഇത് വ്യത്യാസം, മാദിയിൽ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ അന കുൾത്തു ഒന്നാമത്തെ അക്ഷരത്തിന് എന്തായി? ലമ്മായി. ഇവിടെ ബാ യബിഉലും നാമ യനാമുലും എന്തായി? ഒന്നാമത്തെ അക്ഷരത്തിന് കസ്റാണ് വരുന്നത്. അൻത ബിഅത അൻത നിംത അന ബിഅതു അന നിംതു. രണ്ടിലും കസ്റ തന്നെയാണ് വരുന്നത്. طيب هذه هي نهاية الدرس. الكلمات الجديدة كاملا. كاملا എന്താണ് അർത്ഥം? കംപ്ലീറ്റ്. കംപ്ലീറ്റ്, പൂർണ്ണമായത്. സുദാഅ്, വേദന, സുദാഅ് തലവേദന. തലവേദന. മഷ്ഗൂലുൻ ബിസി. ബിസി. എൻഗേജ്ഡ് എന്നാണ് ശരിക്കും അർത്ഥം കേട്ടോ. ഇതിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ബിസി എന്നാണ്. ആയ ആള് എന്ന അർത്ഥത്തിലാണ്. ദുൽഖഅദ. എന്താണ് ദുൽഖഅദ? പതിനൊന്നാമത്തെ മാസം. ഇസ്മു ഷഹർ. ഇസ്മു ഷഹരിൻ, ഒരു മാസത്തിന്റെ പേര്. മിൽഹ്. സോൾട്ട്. ഹദ മിൽഹുൻ ഉജാജുൻ. അസ്സൈതു ഓയിൽ, ജൈത്തൂൻ. ജുബൻ. ബട്ടർ, ജുബൻ ചീസ്. ജുബൻ. ദഖീഖ് ദഖീഖ് മാവ്, മിനിറ്റ്. മാവ്, മാവ്. മാവ്. ദഖീഖത്തുൽ മിനിറ്റ്. ദഖീഖത്തുൽ ദഖീഖത്തുൽ മിനിറ്റ്. ദഖീഖുൻ മാവ്. മാവ്. ഫ്ലവർ. രണ്ടും തമ്മിൽ എന്താ ബന്ധം? രണ്ടും പൊടിയാണ്. മണിക്കൂർ നീളമുള്ളതാണ്, മിനിറ്റ് പൊടിയാണ്. അല്ലേ? ആണോ അല്ലേ? അദസ്. പരിപ്പ്. ബക്കാൽ. ഗ്രോസർ, ഷോപ്പ് കീപ്പർ. ഷോപ്പ് കീപ്പർ അല്ല, ഗ്രോസർ, പലചരക്ക് കച്ചവടം നടത്തുന്ന ആള്. എല്ലാ ഷോപ്പിനും ബക്കാൽ എന്ന് പറയൂല. ബക്കാല എന്ന് പറഞ്ഞാൽ ഗ്രോസറി എന്നാണ്. ബക്കാലത്തുൻ, ഗ്രോസറി. ആ ഗ്രോസറി നടത്തുന്ന ആളുടെ പേരാണ് ബക്കാൽ. ബൈളത്തുൻ ജംഅഹു ബൈളുൻ. എഗ്. എഗ്. ഗാബത്ത്, ഫോറസ്റ്റ്, ഫോറസ്റ്റ്. കദബ യക്ദിബു കദിബുൻ. കദബ കളവാക്കി, കളവ് പറഞ്ഞു, കളവാക്കിയല്ല. ഇത് ഒന്നുമില്ല. കദബ കളവ് പറഞ്ഞു. നിങ്ങളെ ബുക്കിലില്ലേ? ഇല്ല. കിത്താറുള്ളത്. ആയിക്കോട്ടെ. ഉണ്ടല്ലോ, ലാസ്റ്റ് ഇല്ല. കഥ ബേക്ക് ലാസ്റ്റ് ഉണ്ട്. കഥബ യക്ദിബു. കഥ ബേക്കരി എന്ന് അവസാനം എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിന്റെ ഉസ്താദ് ക്രിയാതാവ് വേഗം തീർത്തതാ അല്ലേ? എങ്ങനെ? ഉസ്താദ് വേഗം തീർത്തതാണോ നോക്കിയ ലാസ്റ്റ്? ഞാൻ വേഗം തീർത്തതല്ല, ഇവിടെ ഡിസ്പ്ലേയിലുള്ള പുസ്തകത്തിന് ഇതാണുള്ളത്. കഥ ബേക്കരി കദീബുൻ. അപ്പൊ കദീബ്, കഥബ യക്ദിബു കദീബൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ക്രിയാധാതുവിനെ പറയല് മഫ്ഊൽ മുത്തലഖ് ആണ് എന്ന അർത്ഥത്തിലാണ്. അത് മിക്കവാറും ഡിക്ഷണറികളിൽ ക്രിയാധാതുവിനെ നെസ്ബ് കൊടുത്തിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ
അതിന് നെസ്ബ് വന്ന എന്തുകൊണ്ടാണ് എന്ന് ഒരു സ്റ്റുഡന്റ് ചോദിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ലമ്മ് കൊടുത്ത് തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെയും പറയാം, ചില ഡിക്ഷണറികളിൽ അങ്ങനെയും ഉപയോഗിച്ചിട്ടുണ്ട്. കദബ യക്ദിബു കദിബൻ. അൽ ബുഖാർ എന്താ? പഠിച്ചെല്ലാം ആവിയായി പോയോ? ആവി ആവി ആവി. ഫാക്കിഹാനി പഴക്കച്ചവടക്കാരൻ. പഴക്കച്ചവടക്കാരൻ. അൽ ഖദാ ലഞ്ച്. മുന്തസഫിൽ ലൈൽ. മിഡ് നൈറ്റ്. ഹൈസു പോലെ. പോലെ. എംബഗി. അനിവാര്യം. എംബഗി എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. ലാ എംബഗി എന്ന് പറഞ്ഞാൽ അനുയോജ്യമല്ല. അനുയോജ്യമല്ല എന്നാണ്. അനുയോജ്യമല്ല എന്ന പ്രയോഗമാണ്. ഗലബ യഗ്ലിബു ഗലബതൻ. അതിജയിച്ചു. അതിജയിച്ചു. ഖിത്താർ. ട്രെയിൻ. ട്രെയിൻ. ഖിത്താർ ട്രെയിൻ. പിന്നെ പുസ്തകത്തിൽ വേറെ എന്തോ ഉണ്ടോ? ഗലബ, അത് പറഞ്ഞു. ഗലബ യഗ്ലിബു. ശരി. അപ്പൊ ഇത് എന്താ, നന്നായിട്ട് വായിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടുക. പാഠം നമ്മള് ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ ചേർന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ. അവര് നേരത്തെ 2ാം ഭാഗം ഏകദേശം പഠിച്ചു തീർന്നെന്നാണ് നമുക്ക് മെസ്സേജ് വന്നത്. അപ്പോ അവര് നമ്മൾ ഫുൾ ഫീസ് വാങ്ങിയിട്ടാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കൂടെ. പിന്നെ അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ് കാരണം. പാഠത്തിന് തുടക്കം വരെയുള്ള സംശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ദൂരീകരിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് പാഠത്തിന്റെ തുടക്കം മുതലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ മനസ്സിലാകാത്ത, അതായത് പാഠത്തിന്റെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട, പാഠത്തിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ള നമ്മൾ നോട്ട് വന്നിട്ടുണ്ട്. ആ നോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യമേ ഇടാവൂ ഓരോ പാഠത്തിന്റെയും. അതല്ലാതെ എനിക്ക് കയറി ഇതിനകത്ത് ഇതിൽ വേറെ ഏതെങ്കിലും വിഷയം അതുമായി ബന്ധപ്പെടുത്തി ചോദിക്കരുത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്, ഈ പാഠത്തിൽ വന്നിരിക്കുന്നത് കാലയക്കൂല് മുതൽ കാലയക്കൂലു ജാഇജു അവസാനം പറഞ്ഞ എന്താണ്, നാമേനാമു, ഇതുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ജിൻസ് ഹൈസു യശാഉ ഹൈസു തശാഉ ഷിഫാഅൻ കാമിലൻ, അതേപോലെ ലാ യംബഗിയുടെ ഉപയോഗം, ഇതുപോലുള്ള സംഗതികളാണ് വന്നിരിക്കുന്നത്. മാത്ത യമൂത്തുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. മാത്ത യമൂത്ത് വരുമ്പോൾ എന്താകും? കാല യക്കൂല് പോലെ ആകാം മാത്ത യമൂത്തു, അതേപോലെ മാത്ത യമാത്തു എന്നും ആകാം, നാമ യനാമ് പോലെയും ആകാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് കാലയക്കൂര് വന്നാല്, കാലയക്കൂര് പോലെയാണെങ്കിൽ നാമനാമു അല്ല, അപ്പൊ നാമയല്ല, സോറി. കാലയക്കൂര് പോലെയാണെങ്കിൽ മാത്ത എന്താവും? മാത്ത യമൂത്തു മുത്തും എന്നാണ് വരും. അതിന് നാമ എനാമ് പോലെയാണെങ്കിൽ, നാമ എനാമ് പോലെയാണെങ്കിൽ മാത്ത എങ്ങനെ വരും? മാത്ത മാത്തു മിത്ത മിത്തും എന്ന് പറയും. നാമനാമു നിംത നിംതു എന്നാണ് വരിക. അതുകൊണ്ട് മിത്ത മിത്തും എന്ന്, ഇത് രണ്ടും ഖുർആനിലുണ്ട്. അഫ ഇൻ മിത്ത ഫഹ്മുൽ ഖാലിദൂൻ, അഫ ഇൻ മുത്തും ഔ ഖുതിൽതും ഇലല്ലാഹി തുഹ്ശറൂൻ, രണ്ടുമുണ്ട് ഖുർആനിൽ. ഓക്കെ. നമ്മള് മാത്തയുടെ പറ്റിയ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിക്കുമ്പോഴത്തേക്ക് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ പാഠം നമ്മൾ തീർക്കാൻ വേണ്ടി ഇത്രയും സമയം എടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നന്നായി അറബി ഭാഷ പഠിക്കാനും അതിലൂടെ ഖുർആൻ നന്നായി മനസ്സിലാക്കാനും, അതേപോലെ അറബി ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നും വിശാലമായി കിടക്കുന്ന ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ ഉൾക്കൊള്ളാനും, നമുക്ക് വായിച്ച് ഗ്രഹിക്കാനും, അതിലൂടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനും ഈമാൻ വർദ്ധിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. അപ്പോൾ പുതിയ സ്റ്റുഡന്റിന് എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൽ തന്നെ കമന്റ് ഇട്ടാൽ മതി. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.